ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ഈവനിങ് വിത്ത് പ്രജനാൻ പ്രതിയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അതുകൊണ്ട് നേരെ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് 24 പുറത്തുവിടുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിച്ച് സർക്കാർ ജീവനക്കാർ. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെടെ 1458 ജീവനക്കാർ സാമൂഹ്യ പെൻഷൻ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തൽ. അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ബിഗ് ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. തിരുവനന്തപുരത്തുനിന്നും ഉമേഷ് തത്സമയം ചേരുന്നു. ഉമേഷ്, ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വിവരങ്ങൾ. കാരണം ഈ രീതിയിൽ അനർഹരുടെ കയ്യിലേക്കാണ് കുറേ നാളുകളായി ഈ പെൻഷൻ തുക എത്തിയത് എന്ന് പറയുമ്പോൾ, അതും നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകരുണ്ട്, കോളേജ് അധ്യാപകരുണ്ട്, UGC ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഏത് ഘട്ടത്തിലാണ് ഈ ഒരു സംശയം തോന്നി ഇങ്ങനെ ഒരു പരിശോധന സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായത്? അത്തരം വിവരങ്ങൾ ഉണ്ടോ? ഇനി കൂടുതൽ ഈ ലിസ്റ്റ് പുറത്തുവരാൻ ബാക്കിയുണ്ടോ ഉമേഷ്? ലിസ്റ്റിൽ ഇനി കൂടുതൽ പേർ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിൽ നിലവിൽ പ്രാഥമിക പരിശോധന, അതായത് ഇൻഫർമേഷൻ കേരള മിഷനാണ് ഈ പരിശോധനയ്ക്കുള്ള ചുമതല നൽകിയിരുന്നത്. അവരുടെ ആദ്യ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ ധനവകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഇനിയും പരിശോധന തുടരാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സർക്കാർ ജീവനക്കാരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സർക്കാർ ജീവനക്കാർക്ക് പുറത്ത് സർക്കാർ ശമ്പളം വാങ്ങുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപകരുണ്ട്, ഒപ്പം അതിലെ ജീവനക്കാരുണ്ട്. അതുകൂടാതെ ഇത്തരത്തിൽ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ അടക്കമുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന കൃത്യമായി വരുമാനമുള്ള ആളുകളുണ്ട്. ഇത്തരത്തിൽ പരിശോധനകൾ ഇനിയും തുടരും. ആരെങ്കിലും ഇപ്പോഴും അനർഹമായി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് തിരുത്താൻ കൂടിയുള്ള അവസരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 1458 പേർ അവർ ഇത്രയും കാലം സർക്കാരിനെ കബളിപ്പിച്ച്, അതായത് സർക്കാരിനൊപ്പം നിൽക്കുകയും സർക്കാരിനെ കബളിപ്പിച്ച് ഈ പാവപ്പെട്ട ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് ലഭിക്കേണ്ട 1600 രൂപ എന്നുള്ള തുച്ഛമായ പണമാണ് ഒരുപക്ഷെ ഈ സർക്കാർ, പ്രത്യേകിച്ച് നമ്മളിതിൽ പറയുകയാണെങ്കിൽ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ, അവരുടെ ഒരു സീനിയോറിറ്റി എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ അതിന് മുകളിലെല്ലാം ശമ്പളം വാങ്ങുന്ന അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട്. ആ രീതിയിൽ ശമ്പളവും പെൻഷനും എല്ലാം വാങ്ങുന്ന ആളുകൾ അനർഹമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. പട്ടികയിൽ ഉൾപ്പെട്ടാൽ അത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പല ഭിന്നശേഷിക്കാരെല്ലാം ഉള്ള ആളുകളെല്ലാം ഉണ്ടാകും. അവരെല്ലാം ഒരുപക്ഷെ അനർഹമായി ഒരുപക്ഷെ സർക്കാർ സംവിധാനത്തിന്റെ പിഴവ് കൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഒപ്പം സർക്കാരിനെ കബളിപ്പിച്ചും ലിസ്റ്റിൽ ചേരാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ആശ്ചര്യം ഉണ്ടാകുന്നത്. ഇത്രയും വലിയ ശമ്പളം വാങ്ങുന്ന ആൾക്കാരൊക്കെ ഈ പറയുന്ന തുച്ഛമായ ക്ഷേമ പെൻഷൻ അത് കൈക്കലാക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുമോ എന്നൊരു വലിയ ചോദ്യമാണ്. പിന്നെ ഉമേഷ് സൂചിപ്പിച്ച ആ സംശയം, ഇത് ഈ പട്ടിക തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേട് അല്ലെങ്കിൽ ഒരു അമളി അല്ലെങ്കിൽ അബദ്ധം ആ രീതിയിൽ ഈ പട്ടികയിലേക്ക് ഇവർ വന്നു ചേർന്നതാണ്. പക്ഷെ അത്രയും 1458 പേരെന്നൊക്കെ പറയുമ്പോൾ അത് വലിയ നമ്പറുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യവും അതാണ്. എങ്ങനെ ഇവർ ഈ പട്ടികയിലേക്ക് വന്നു? ഇത് ഇവർ തന്നെ ചെയ്ത തട്ടിപ്പാണോ, അല്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്ന പിഴവാണോ? അത്തരം വിശദാംശങ്ങളിലേക്ക് നമുക്ക് എപ്പോൾ കടക്കാൻ പറ്റും ഉമേഷ്? അക്കാര്യത്തിലൊക്കെ ഓരോ കേസും പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടി വരും. അതായത് ഇത്രയും ഒരുപക്ഷെ ഒരൊറ്റ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ഈ 1458 പേരും ഉള്ളതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവരെല്ലാം തട്ടിപ്പ് നടത്തിയത് ഒരേ രീതിയിലാണെന്ന് പറയാം. ഇത് സംസ്ഥാനത്തെ ഒട്ടുമിക്ക സർക്കാർ സർവീസുകളിലുള്ളവർ, സർക്കാർ വകുപ്പുകളിലുള്ളവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പേർ ആരോഗ്യവകുപ്പിലുള്ളവരാണ് എന്നുള്ളതാണ്. വലിയ വകുപ്പാണ് ആരോഗ്യവകുപ്പ്, ഒരുപാട് പേർ ജോലി ചെയ്യുന്ന വകുപ്പാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോഴും, അതായത് ഏറ്റവും കൂടുതൽ പേർ ജോലി ചെയ്യുന്ന 2 വകുപ്പുകൾ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും. അതുകൊണ്ട് തന്നെ ആ എണ്ണം ക്രമാനുഗതമായി അതിനനുസരിച്ച് കൂടി എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷേ ഒരേ രീതിയിലുള്ള തട്ടിപ്പോ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ക്രമക്കേടോ ആയിരിക്കില്ല ഇതിൽ നടത്തിയിരിക്കുന്നത്. അതെല്ലാം ഇനി വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ്. എന്തായാലും സ്വാഭാവികമായും അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇവർ അത് അറിയേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ ഇത് തിരുത്തേണ്ടത് ഈ വാങ്ങിയിരുന്നവരുടെ കൂടി ചുമതലയായിരുന്നില്ലേ? കാരണം മറിയക്കുട്ടി ഉൾപ്പെടെ സമരത്തിലേക്ക് കടന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്രയെത്ര പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത്? അതിന് നിരവധി പേർ സമരത്തിലേക്കൊക്കെ കടക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ വലിയ ഗുരുതരമായ ക്രമക്കേടെന്ന് തന്നെ പറയണം ഇതിനെ, അല്ലേ? തീർച്ചയായും ഗുരുതരമായ ക്രമക്കേട് തന്നെയാണിത്. കാരണം ഇത് സർക്കാർ ജീവനക്കാരാണെങ്കിൽ സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ മറ്റ് വേറെ രീതിയിൽ അല്ലെങ്കിൽ ശമ്പളം വാങ്ങുന്ന ജോലികളൊന്നും പോലും ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് സർക്കാർ പാവപ്പെട്ടവർക്കും മറ്റ് അർഹത ഉള്ളവർക്കും മാത്രമായി നൽകുന്ന 1600 രൂപ എന്ന ചെറിയൊരു തുക ക്ഷേമ പെൻഷൻ അത് കൈപ്പറ്റിക്കൊണ്ട് ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. എന്തായാലും അവർക്കെതിരെ കർശനമായ നടപടിയിലേക്ക് കടക്കും. ഈ സാധാരണഗതിയിൽ അവരറിയാതെ അവരുടെ അക്കൗണ്ടിൽ സംസ്ഥാനത്തെ 2
രീതിയിലാണ് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത്. അത് ഒന്ന് ഈ കയ്യിൽ നേരിട്ട് നൽകുക എന്ന രീതി, അത് സഹകരണ ബാങ്കുകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതിനുശേഷം ഓരോ മേഖല തിരിച്ച് അത് വിതരണം ചെയ്യാൻ ഒരു ഏജന്റിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും. ആ ഏജന്റ് ഓരോ ആളുകളുടെയും അടുത്തേക്ക് എത്തിച്ച് ഈ തുക വിതരണം ചെയ്യുന്ന രീതി. രണ്ടാമത്തെ രീതി നേരിട്ട് അക്കൗണ്ടുകളിൽ വിതരണം ചെയ്യുന്ന രീതി. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കയ്യിൽ നേരിട്ട് വാങ്ങുന്നവരാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിൽ എത്തിയാലും ഈ ഇത്തരക്കാർ അറിയേണ്ടതുണ്ട്. ഇതിൽ 1458 പേരിൽ നേരിട്ട് കയ്യിൽ വാങ്ങുന്നവരുണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായ തെറ്റാണ്. ഓരോ മാസവും ഇത്തരത്തിൽ കബളിപ്പിച്ച്, സർക്കാരിനെ കബളിപ്പിച്ച്, സഹകരണ സ്ഥാപനത്തിലെ ഏജന്റുമാരെ കബളിപ്പിച്ച് ഈ പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നേരിട്ട് വാങ്ങുന്നവരുടെ ഒരു മറ്റുള്ളവർ ഒരുപക്ഷെ അക്കൗണ്ടിൽ വരുമ്പോൾ മറ്റാരും അറിയാതെ താൻ നടത്തുന്ന തട്ടിപ്പായിട്ട് രഹസ്യമായി ഇതിലിപ്പോൾ പലിശ സഹിതം തിരിച്ചടയ്ക്കുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണോ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്, അതോ ഇവർക്കെതിരെ ശക്തമായ നടപടിക്ക് സാധ്യതയുണ്ടോ ഉമേഷ്? ശക്തമായ നടപടിക്ക് സാധ്യതയുണ്ട്. പലിശ സഹിതം തിരിച്ചെടുക്കുക എന്നുള്ളത് ധനവകുപ്പിന്റെ ചുമതലയാണ്. അത് ധനവകുപ്പ് നടത്തും. പക്ഷേ ഇതിൽ അച്ചടക്ക നടപടിയിലേക്ക് പോകുന്നത് ധനവകുപ്പിന് കഴിയില്ല. കാരണം ധനവകുപ്പ് ഈ റിപ്പോർട്ടുകൾ ആരൊക്കെയാണ് ലിസ്റ്റ് കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് റിപ്പോർട്ട് അയക്കണം. ആ റിപ്പോർട്ട് അയച്ച് അതാത് വകുപ്പുകളാണ് അവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടത്. അതിനുവേണ്ടി ഓരോ വകുപ്പുകളിലും കൃത്യമായി റിപ്പോർട്ട് ധനവകുപ്പ് കൈമാറും. അത് കൃത്യമായി അറിയിച്ചു കഴിഞ്ഞു. ശക്തമായ അച്ചടക്ക നടപടി ഇവർക്കെതിരെ എടുക്കുകയും ചെയ്യും. അതിനുള്ള നിർദ്ദേശവും ധനവകുപ്പ് ഈ റിപ്പോർട്ടിനൊപ്പം തന്നെ നൽകും. എന്തായാലും ഓരോ വകുപ്പും ഈ രീതിയിൽ അനർഹമായി കൈപ്പറ്റിക്കൊണ്ട് ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ ഉടൻ നടപടിയിലേക്ക് തന്നെ കടക്കും. സർക്കാരിന് ധനമില്ല, അത്തരത്തിൽ സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. ആ ഘട്ടത്തിലൊന്നും സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോഴാണോ ഇത്തരത്തിലൊരു പരിശോധനയിൽ ഇങ്ങനെ 1400-ലധികം പേർ പണം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലുണ്ടാകുന്നത്? സാധാരണ ഇത്തരത്തിൽ ഈ നേരിട്ട് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് പെൻഷൻ കൈകളിൽ എത്തിക്കുന്ന ആളുകൾ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ കാലഘട്ടത്തിലും കുറച്ചുപേരെ വെച്ച് അനർഹരായവരുണ്ടെങ്കിൽ ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ 1458 പേരെ ഒന്നിച്ച് ആദ്യം ഇതിന് ഇപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഏകീകൃതമായ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഇതിന് ചുമതല ഏൽപ്പിക്കുന്നത്. ഇൻഫർമേഷൻ കേരള മിഷൻ ഈ ചുമതല കൃത്യമായി ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി പരിശോധനകൾ നടത്തിയത്. കൃത്യമായി ഫയലുകളെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഓരോ വർഷവും സാധാരണ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഓരോ വർഷവും അവർ മസ്റ്ററിംഗ് നടത്തി അത് ക്ഷേമ പെൻഷൻ അർഹരായവർ അത് പുതുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഓരോ വർഷവും ഇത് സംബന്ധിച്ചുള്ള സ്ക്രീനിംഗ് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പുതുതായി ക്ഷേമ പെൻഷൻ അർഹത നേടുന്നവർ, അതായത് പ്രായം കൂടുന്നവർ, അവരെല്ലാം പുതിയ അപേക്ഷകളും സത്യവാങ്മൂലങ്ങളും നൽകിയാണ് ഈ ക്ഷേമ പെൻഷനിൽ ചേരേണ്ടത്. അത്തരത്തിൽ സ്ക്രീനിംഗ് പ്രക്രിയ ഓരോ വർഷവും നടത്തുന്നതാണ്. ഒപ്പം ഓരോ വർഷവും പുതിയ ആളുകളെ ചേർക്കുമ്പോൾ അതിനും സ്ക്രീനിംഗ് പ്രക്രിയയുണ്ട്. ഒപ്പം ഏതെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അത് നേരിട്ട് ഈ ക്ഷേമ പെൻഷൻ കൈകളിൽ എത്തിക്കുന്ന ആളുകൾ സഹകരണ ബാങ്കുകൾക്ക് റിപ്പോർട്ട് നൽകുകയും അതിനനുസരിച്ച് അത്തരം റിപ്പോർട്ടുകൾ പോവുകയും. പക്ഷേ ബാങ്കിൽ വാങ്ങുന്നവർ ചിലപ്പോൾ ഈ ഗുണഭോക്താക്കൾ, ഒരുപക്ഷെ അച്ഛനോ അമ്മയോ ആയിരിക്കും ഇതിൻ്റെ ഗുണഭോക്താക്കളായിരുന്നവർ, അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം തുടർന്നും ഈ തുക ബാങ്കുകളിൽ എത്തുന്നത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിനെല്ലാം കൃത്യമായ നടപടി വിവിധ ഘട്ടങ്ങളിൽ ധനവകുപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാർ ഇതിലുണ്ടാകും എന്നുള്ള ഒരു സൂചന പോലും ധനവകുപ്പിന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിന് മുമ്പ് തന്നെ അത്തരം സ്ക്രീനിംഗ് പ്രവർത്തനങ്ങളിലേക്ക് ധനവകുപ്പ് കടന്നേനെ. എന്തായാലും ഇത് ധനവകുപ്പിനും ഒരുപക്ഷെ 1458 പേർ ഇത്തരത്തിൽ അനർഹമായി സർക്കാർ ജീവനക്കാർ ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് ധനവകുപ്പിന് പോലും ഒരു ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ ഒരു കണക്കാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ധനവകുപ്പിന് കൈമാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. സാധാരണ വ്യക്തികൾ സാധാരണ ജീവിതത്തിൽ, അതായത് ഓരോ മാസവും ഈ 1600 രൂപ കാത്തിരിക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. 1600 രൂപയാണ്. അപ്പോൾ ഈ തുക എത്ര നാളുകൊണ്ട് തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? അതിന് ഏതെങ്കിലും തരത്തിലുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടോ ധനവകുപ്പ്? നിലവിൽ ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. റിപ്പോർട്ടിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി ഇതിന് വിശദമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. വിശദമായ ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തും. ചർച്ചകൾ നടത്തി അത് ഒറ്റഘട്ടമായി തന്നെ, അതിന് ഈ സർക്കാർ ജീവനക്കാർക്കൊന്നും ഘട്ടം ഘട്ടമായൊന്നും അടയ്ക്കാനുള്ള ആനുകൂല്യമൊന്നും അല്ലെങ്കിൽ അത്തരമൊരു ഇളവൊന്നും നൽകേണ്ട ഒരു ആവശ്യവുമില്ല. ഒറ്റഘട്ടമായി പലിശ സഹിതം തിരിച്ചു പിടിക്കുന്നതിന് എത്ര പലിശ ഈടാക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ഒരുപക്ഷെ റിപ്പോർട്ട് തേടേണ്ടതുണ്ട്. അത് അത്തരത്തിൽ റിപ്പോർട്ട് അടക്കം തേടി ഇത്തരത്തിൽ എത്രയോ കാലമായി
വാങ്ങുന്നവരുണ്ടാകും. അവർക്കെല്ലാം എത്ര പലിശ വീതം അവരിൽ നിന്ന് ഈടാക്കണം, വർഷം കൂടുന്നതിനനുസരിച്ച് പലിശയുടെ അളവ് കൂട്ടണമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി കൂടുതൽ ചർച്ചകളിലേക്കും കൂടുതൽ പഠനങ്ങളിലൂടെയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും വളരെ വേഗത്തിലുണ്ടാവും, അതിൽ സംശയമില്ല. കാരണം സർക്കാരിന് ലഭിക്കേണ്ട പണമാണ്, സർക്കാർ സാധാരണക്കാർക്ക് സാധാരണമായി ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് നൽകേണ്ട പണമാണ്, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തേണ്ട പണമാണ്. ഇതാണ് അനർഹമായി ഒരു വിഭാഗം കൈയടക്കി വെച്ചുകൊണ്ടിരുന്നത്. 1458 എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്കിടയിലെ ചെറിയ കണക്കല്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അതിൽ തന്നെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട്, 3 ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ഞെട്ടിക്കുന്നത്. മറ്റധ്യാപകരുമുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകർ 3 പേർ എന്ന് പറയുന്നത് അവർ ഗസറ്റഡ് ഓഫീസർമാർ ആയതുകൊണ്ടാണ്. ഈ രീതിയിൽ ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ ഇരിക്കുന്നവരുണ്ട്, 5 പേരിലധികം ഗസറ്റഡ് റാങ്കിൽ ഇരിക്കുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായി. അതായത് ഈ അധ്യാപകർ ഇവരെങ്ങനെയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്, എന്ത് സന്ദേശമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതെന്നെല്ലാം ചോദ്യചിഹ്നമായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർട്ട് ടൈം സ്വീപ്പർ തൊട്ട് ഈ പറയുന്ന അധ്യാപകർ അല്ലെങ്കിൽ കോളേജ് പ്രൊഫസേഴ്സ് ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നേരത്തെ ഉമേഷ് പറഞ്ഞു, ഓരോന്നും ഓരോ കേസുകളായി പരിഗണിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ കേസുകളിൽ ഇവർക്കെതിരെ ചുമത്തുന്ന കുറ്റങ്ങൾ എന്തായിരിക്കും, കുറ്റകൃത്യങ്ങൾ എന്തായിരിക്കും, അത് പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവർ സർക്കാർ ജീവനക്കാരാണ്. അപ്പോൾ ഒരു വിശ്വാസവഞ്ചന നടത്തിയിട്ടുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അനധികൃതമായിട്ട് ഈ പണം അക്കൗണ്ടിലേക്ക് വന്നപ്പോഴും അത് വകുപ്പിനെ ധരിപ്പിച്ചില്ല എന്നത് മറ്റൊരു കുറ്റം. അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ ഇവരുടെ പക്കലേക്ക് ചുമത്താവുന്നതുമാണ്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചായിരിക്കുമല്ലോ ഇനി കേസിന്റെ മുന്നോട്ടുള്ള പോക്ക്. ആ അന്വേഷണം എങ്ങനെയാണ് സർക്കാർ നടത്തുക, അത്തരം വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? എന്തായാലും നമുക്ക് അത്തരം നടപടികൾ, അത്തരം ആലോചനയിലേക്ക് കടന്നിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. അതായത് സാധാരണ സർക്കാരിനെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി വ്യാജരേഖ ഉൾപ്പെടെ ചമച്ച് ക്രിമിനൽ കുറ്റം എന്നുള്ള പരിധിയിൽ തന്നെ അത് വരുത്തേണ്ടതാണ്, സർക്കാരിനെ കബളിപ്പിച്ചതടക്കം. അതുകൊണ്ട് തന്നെ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം ഒരുപക്ഷെ ഈ പണം തിരിച്ചുപിടിക്കുകയും അച്ചടക്ക നടപടിയും ഇവർക്കെതിരെ എടുത്ത ശേഷം ക്രിമിനൽ നടപടി അടക്കം ഇവർക്കെതിരെ സ്വീകരിക്കാവുന്നതാണ്. സ്വാഭാവികമായി അത് സ്വീകരിക്കുമെന്നതിനെ വേണമെങ്കിൽ മനസ്സിലാക്കാം. കാരണം ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടേ ഉള്ളൂ, അതാണ് ഏറ്റവും സുപ്രധാനം. ഇപ്പോൾ ലിസ്റ്റ് കിട്ടുന്നേ ഉള്ളൂ, അതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇത്തരത്തിലൊരു പട്ടിക 1458 പേരുണ്ട് എന്നുള്ളൊരു കാര്യം കിട്ടിയിട്ടേ ഉള്ളൂ. ഇനി ഇത് ഈ ലിസ്റ്റ് തന്നെ ഒരുപക്ഷെ ധനവകുപ്പിനെ ഞെട്ടിക്കുന്നതാണ്. ഇനിയാണ് തുടർ നടപടികൾ. അനർഹമായി ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ അവർ അറിയാതെ ചിലപ്പോൾ ഇത് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഓരോ മാസവും 1600 രൂപ അക്കൗണ്ടിൽ വരുന്നവരാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ ഉത്തരവാദിത്തമാണ്. തൻ്റെ അക്കൗണ്ടിൽ 1600 രൂപ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് രഹസ്യമായി വെച്ച് തനിക്ക് ആ തുക ചെലവഴിച്ച് മുന്നോട്ട് പോകാമെന്നൊന്നും ഒരു സർക്കാർ ജീവനക്കാരന് കരുതാനാകില്ല. കാരണം സർക്കാർ ജീവനക്കാർ അനർഹമായി മറ്റൊരു ജോലി ചെയ്തു. ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിയിരുന്ന് പരിഹരിക്കുന്ന ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ ആർക്കായി എതിർപ്പുള്ളത്? പരിഹരിച്ചോട്ടെ, അവർക്കാരെങ്കിലും കൊടുക്കണം ഞങ്ങളാരും പറയുന്നുണ്ടോ? ദുർബലരായ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കേണ്ടത് പെൻഷൻ ഇമാതിരിയുള്ള ആർക്കും കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ കണ്ടുപിടിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി കൃത്യമായിട്ട് അർഹതപ്പെട്ടവർ തന്നെയാണ് വാങ്ങുന്നത് എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഞങ്ങൾ എസ് ഡി പി ഐയുമായിട്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടും CPIM ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ വെറുതെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനോരമ പത്രം ഇന്നലെ പറഞ്ഞതിന് ചിലപ്പോൾ കോടതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. കേരളത്തിലെ കുറേ പഞ്ചായത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആ പഞ്ചായത്തെല്ലാം ഞങ്ങൾ CPIM-ഉം അതുപോലെ തന്നെ SDPI-യും കൂടി ചേർന്ന് ഭരിക്കുകയാണ് എന്നുള്ള കള്ളപ്രചരണം നടത്തിയത്. ആ കള്ളപ്രചരണത്തെ ശക്തിയായിട്ട് ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധിച്ച് തിരുത്താൻ നിങ്ങൾ ഇന്നും തയ്യാറായിട്ടില്ല. മലയാള മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അബദ്ധത്തിൽ തെറ്റിപ്പറ്റിയോ നോക്കാം. പക്ഷേ അത് അബദ്ധമാണ് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണ്ടേ? എന്തേ മര്യാദ കാണിക്കാതെ? അല്ല, അമീറല്ല, ഏത് ആൾ പറഞ്ഞാലും ഒരു കാര്യം വസ്തുതാപരമാണോ എന്ന് നോക്കണ്ടേ? അല്ല, ഞങ്ങളോട് ചോദിക്കണ്ടേ? എന്നിട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇന്നലെ ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറി ആവേണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തന്നെ ഭാഗമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തല്ലോ, എല്ലാ പത്രത്തിനും കൊടുത്തല്ലോ. ഒരു പഞ്ചായത്തിലും CPIM-ഉം അതുപോലെ തന്നെ SDPI-യും തമ്മിൽ ഒരു കൂട്ടുകെട്ടുമില്ല എന്ന് ഉറപ്പാക്കിയല്ലോ. ഓരോന്നായിട്ട് നിങ്ങൾ പത്രത്തിൽ മനോരമ പത്രത്തിൻ്റെ അകത്ത് എഴുതി വെച്ച ഓരോ പഞ്ചായത്തിനെയും നോക്കിയിട്ട് ഓരോന്നും പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്നിട്ട് എന്തേ നിങ്ങൾ തിരുത്താതെ? ഇവരുടെ ആരുടെയും വോട്ട് ഒരു ഘട്ടത്തിൽ പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വർഗീയവാദികളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവേണ്ടിയില്ല. ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഓരോ മണ്ഡലം തീരുമാനിക്കലാണ്. ഈ മണ്ഡലത്തിൽ UDF-ന്, ഈ മണ്ഡലത്തിൽ LDF-ന് അങ്ങനെ തീരുമാനിച്ച് നടക്കുന്ന കാര്യമുണ്ടായിരുന്നു. അതും രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല. ഞങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല,
ഈ SDPI നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രവർത്തനവും ജമായത്ത് ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് ബദലായി കൗണ്ടർ പാർട്ട് എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇസ്ലാം രാഷ്ട്രം എന്നുള്ളതിനെയും രണ്ടിനെയും ഒരേപോലെ എതിർത്തുകൊണ്ട് മാത്രമേ കേരളത്തിലെ മതനിരപേക്ഷത ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഹിന്ദു വർഗീയവാദവും സംസാരിച്ചത് ഈ ക്ഷേമ പെൻഷൻ അനർഹർ അത് കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നു. അതിൽ എന്താണ് തെറ്റ്, അതിൽ എന്താണ് ഇനി ചെയ്യാൻ സാധിക്കുക സർക്കാരിന്? ആ തെറ്റുകളെല്ലാം തന്നെ പുറത്തു വരണം. അത് പാവപ്പെട്ടവരുടെ പണമാണ്, അത് കൈപ്പറ്റിയത് ആരാണെങ്കിലും അതിനൊപ്പം നിൽക്കില്ല സർക്കാരും പാർട്ടിയും എന്ന് വ്യക്തമാക്കിയായിരുന്നു MP ഗോവിന്ദൻ. മറ്റ് SDPI രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരത്തെ ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഉമേഷ്, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയും പറയുന്നു അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സർക്കാർ ഉണ്ടാകില്ല, കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാ, ഇത്രയും നാൾ ഈ തട്ടിപ്പ് തുടർന്നു, അല്ലെങ്കിൽ അനർഹമായി ഈ പണം കൈപ്പറ്റൽ തുടർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഡിറ്റിംഗ് സംവിധാനത്തിലൂടെയാണല്ലോ സർക്കാർ ജീവനക്കാർക്ക് മുന്നോട്ട് പോകുന്നത്. ശമ്പളം വാങ്ങുന്നത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിലെല്ലാം കണക്കുകളുണ്ട്, കൃത്യമായി ട്രഷറിയിലേക്ക് വരുന്ന പണമാണെല്ലാമാണ്. അപ്പോൾ ഈ തുക അനർഹമായി കിട്ടിയ ഈ തുകയും ആ രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെയെങ്കിൽ വളരെ മുമ്പേ തന്നെ അത് മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും അക്കാര്യങ്ങളെല്ലാം ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഒരുപക്ഷെ അത്തരമൊരു ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം ഇത്തരമൊരു വലിയ പരിശോധനയിലേക്ക്. കാരണം പ്രത്യേക ഇൻഫർമേഷൻ കേരള മിഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് ധനവകുപ്പ് പോകാൻ കാരണം അതുകൊണ്ടായിരിക്കണം. ഒരുപക്ഷെ ഓഡിറ്റിലോ മറ്റേതെങ്കിലും സൂചനകളിലോ നിരവധി പേരുണ്ട്, അല്ലെങ്കിൽ മസ്റ്ററിംഗ് കഴിഞ്ഞപ്പോഴോ ആ രീതിയിലെല്ലാം കൂടുതൽ പേരുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം അത്തരമൊരു നടപടിയിലേക്ക് ധനവകുപ്പ് പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതൊരു ഓർഗനൈസ്ഡ്, അതായത് ഒരു സാധാരണ സർക്കാർ സംവിധാനങ്ങളെ പറ്റിക്കുന്നത് ഒരേ രീതിയിലുള്ള തട്ടിപ്പാണ് എന്ന് കരുതുന്നില്ല ധനവകുപ്പ്, അങ്ങനെ കരുതുന്നില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ഒരുപക്ഷെ ചിലർ നേരത്തെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ഒരുപക്ഷെ അംഗപരിമിതരോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോ ആൾക്കാർ പിന്നീട് സർക്കാർ സർവീസിലേക്ക് കയറിയവരോ ആണോ എന്നുള്ളൊരു സംശയം സർക്കാരിനുണ്ട്. അതുകൂടാതെ ചിലർ ഈ മറ്റ് പ്രായം അറിയാതെ ഏതെങ്കിലും സാങ്കേതിക തകരാറിൻ്റെയൊക്കെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ ക്ഷേമ പെൻഷൻ ലഭിച്ചു വരുന്നവരാണോ എന്നും അറിയേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെയാണെങ്കിൽ പോലും ഈ സർക്കാർ സർവീസിൽ കയറിയാൽ അത് നിർത്തണം, അത് അവസാനിപ്പിക്കണമെന്നുള്ള കത്തെഴുതി നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ നൽകിയിട്ടുണ്ടോ, അത് ചിലപ്പോൾ നൽകിയവർ വീണ്ടും പ്രോസസ്സ് ചെയ്ത് അത് കൃത്യമായി നടപടി എടുക്കാതെ വീണ്ടും നൽകിയതാണോ, അത്ര ഓരോ കേസും ഇതിൽ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും സുപ്രധാനം. ഓരോ കേസുകളും കേസ് ബൈ കേസ് എടുത്ത്, അതുകൊണ്ടാണ് നമ്മളിതിൽ ഓരോരുത്തരുടെയും പേരുകൾ ഇപ്പോൾ പറയാത്തത്. അത് നമ്മളിപ്പോൾ ഓരോരുത്തരുടെയും ഗ്രേഡ് അനുസരിച്ച് മാത്രം പുറത്തുവിടാൻ കാരണം അതുകൊണ്ടാണ്. ഈ 1958 പേരും പൊതുസമൂഹം അറിയേണ്ടവർ തന്നെയാണ്, അങ്ങനെ അവർ അറിയേണ്ടവർ തന്നെയാണ്. പക്ഷേ അതിൽ ചിലരെങ്കിലും ഒരുപക്ഷെ ഇത്തരത്തിൽ തനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ധനവകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പണം ലഭിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന് കത്ത് നൽകിയിട്ടുണ്ടോ എന്നെല്ലാം അറിയേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് ശിക്ഷ അർഹിക്കുന്നവരല്ല അവർ. പക്ഷേ ഈ പറഞ്ഞതുപോലെ 1600 രൂപ വെച്ച് എല്ലാ മാസവും വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തുടരുക. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ 24 പുറത്തുവിട്ടത്. സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നു. 1458 സർക്കാർ ജീവനക്കാർ ഈ സാമൂഹ്യ പെൻഷൻ കൈപ്പറ്റുന്നു കുറേ നാളുകളായി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഉൾപ്പെടെ ഉയർന്ന ജോലിയിലുള്ളവരുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം. ഗുഡ് ഈവനിംഗ് വിത്ത് പ്രജന ആൻഡ് പ്രവിത തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിച്ച സർക്കാർ ജീവനക്കാർ, കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെടെ 1458 ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റി എന്നതാണ് കണ്ടെത്തൽ. ഉമേഷ് ബാലകൃഷ്ണൻ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തും ചേരുന്നു. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഉമേഷ് പുറത്തുവിട്ടത്. അപ്പോൾ ഇത് ഏത് ഘട്ടത്തിലാണ്? അതായത് ഒരു നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ ഒരു ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ഇത് വളരെ വൈകിപ്പോയി എന്ന് പറയാം. എങ്കിലും ഇപ്പോഴെങ്കിലും സർക്കാർ കൃത്യമായി ഇടപെടുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. അപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു പരിശോധന സർക്കാരിന്റെ ഭാഗത്തും ധനവകുപ്പിന്റെ ഭാഗത്തും ഉണ്ടായത്? അത്തരം വിവരങ്ങളുണ്ടോ? ഇനിയിപ്പോൾ ലിസ്റ്റ് നേരത്തെ അത് നീണ്ടുപോയേക്കാം, കൂടുതൽ പേര് ഇതിനകത്തേക്ക് ഉൾപ്പെട്ടേക്കാം എന്നൊക്കെയുള്ള സൂചനകളും വരുന്നുള്ളൂ. അതായത് ഒരു ഭാഗത്ത് ഈ പരിശോധന തുടരുന്നുമുണ്ട് അല്ലേ? തീർച്ചയായും ഒരു ഭാഗത്ത് പരിശോധന തുടരുന്നുണ്ട്. ഈ പരിശോധന ഇപ്പോൾ അവസാനിച്ചിട്ടില്ല, ഇനിയും പരിശോധന തുടരും. ഇതിൻ്റെ ആദ്യഘട്ടം ഒരുപക്ഷെ ഇൻഫർമേഷൻ കേരള മിഷനും ഇക്കാര്യത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഉടൻ തന്നെ ധനവകുപ്പിന് ഈ റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ട് കൈമാറി ഉടൻ തന്നെ സ്വാഭാവികമായി ഓരോ സർക്കാർ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ്, യാഥാർത്ഥ്യവുമാണ്. അത് ധനമന്ത്രി അടക്കം തള്ളിക്കളയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ സർക്കാർ തന്നെ അടിയന്തര നടപടിയിലേക്ക് ധനവകുപ്പ് കടക്കാനും കാരണം. എന്തായാലും അടിയന്തര
നടപടി ഉടൻ ഉണ്ടാകും. നിലവിൽ ലിസ്റ്റ് മാത്രമാണ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഓരോ വകുപ്പിനെയും സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകും. അതിനുശേഷം ഈ പണം തിരികെ പിടിക്കുക. ആ പണം തിരികെ തുടരുക. ഇപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നോക്കുക, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അനർഹരായ ഒരുപാട് പേർ, അതായത് കോളേജിലെ പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും അടക്കമുള്ള ആൾക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. ഒരു ഭാഗത്ത് നമ്മൾ കണ്ടതാണ് ഒരുപാട് കാലം ഈ പെൻഷൻ തുക മുടങ്ങിയ ആൾക്കാരുടെ ദുരിതം. ആ സമയത്താണ് ഇങ്ങനെ അനർഹർ കുറേ നാളുകളായി, കുറേ മാസങ്ങളായി, ഒരുപക്ഷെ വർഷങ്ങളായി ഇത്തരത്തിൽ പണം തട്ടുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ മാത്രമാണ് സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് നികൃഷ്ടമായ ഒരു നടപടിയായി പോയി. ഇങ്ങനെ പണം തട്ടിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കണം. അത് ബഹുജന മധ്യത്തിൽ വരണം. അവർ ചെയ്തിട്ടുള്ള തട്ടിപ്പിന്നതാണ് എന്നുള്ള ജനങ്ങൾക്ക് കൂടി വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം ഉണ്ടാകണം. പാവപ്പെട്ട ആളുകളുടെ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഈ നടപടിയോട് യോജിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവർ മേടിച്ചിട്ടുള്ള തുക അത് അവരിൽ നിന്ന് ഈടാക്കണം, അല്ലെങ്കിൽ അവരുടെ സ്ഥാവരജംഗം വസ്തുക്കൾ ജപ്തി ചെയ്ത് അതിൽ ഈടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് ചെയ്യരുത്. കാരണം പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. ആ പദ്ധതിയിലുള്ള പണമാണ്. ഒരു കാരണവശാലും അതിന്റെ മിസ്യൂട്ടിലൈസേഷൻ നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗവൺമെന്റും ഈ കാര്യത്തിൽ നിഷ്കർഷത പാലിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം നിൽക്കുകയാണ്. കാരണം ഈ പണം തട്ടിക്കൊണ്ടുപോയ ആളുകളെ, അവരെ സഹായിച്ചിട്ടുള്ള ആളുകൾ ഈ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവർക്കും അറിയാം ഇവരൊക്കെ വേറെ രൂപത്തിൽ വരുമാനമുള്ളവരും നല്ല ശമ്പളവും ജോലിയുമുള്ള ആളുകളുമാണ് ഇത്. അത് അറിഞ്ഞുകൊണ്ട് ഇവർക്ക് ഒന്നുകിൽ നേരിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ തപാലിൽ അയച്ചു കൊടുക്കുന്നു. ഈ നടപടി കൂടി നടത്തുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ വരണം. ഈ സാമ്പത്തിക കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്കെതിരായി ശക്തമായ നടപടി എടുക്കുകയും മതിയാവും. ഇവരുടെ കയ്യിൽ നിന്ന് പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു നടപടിയിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? പൈസ തിരിച്ചു പിടിക്കാതിരിക്കാൻ സാധ്യമല്ല. അതൊരു നടപടിയായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം അവര് ഇതിനകത്തൊന്ന് തട്ടിയെടുത്തു കൊണ്ടുപോയ തുകയാണ് അത് തിരിച്ചു പിടിക്കാൻ. രണ്ട്, ഇവരുടെ പേരും ഇവരുടെ അഡ്രസ്സും പത്രത്തിൽ കൊടുക്കണം, ബഹിഷ്കരണ മധ്യത്തിൽ വെക്കണം. ഇവര് തട്ടിപ്പുകാരാണ് എന്നുള്ളത് നാട്ടുകാർ വിലയിരുത്തണം. അവർക്ക് കൂട്ടുനിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പണം മുഴുവൻ ഇവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാകുകയില്ല. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്ത് കമ്മീഷൻ അടിക്കാൻ സാധ്യതയുണ്ട്. അവർക്കെതിരായിട്ടുള്ള നടപടി നിശ്ചയമായി എടുക്കണം. ഗവൺമെന്റ് തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല, ആഴത്തിലുള്ള ചികിത്സ ഈ കാര്യത്തിൽ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും അത്തരം നടപടികളിലേക്ക് കടക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതേസമയം ഇതെങ്ങനെയാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നത്? കാരണം 1600 രൂപ അത് പാവപ്പെട്ടവരെ സംബന്ധിച്ച് വലിയ തുകയാണ്. പ്രത്യേകിച്ച് മരുന്ന് വാങ്ങാൻ ഉൾപ്പെടെ കഴിയാതിരിക്കുന്ന നിരവധി പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ആശ്വാസമാണ് മാസം തോറും കിട്ടുന്ന ഈ 1600 രൂപ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളുടെ പങ്ക് തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയല്ലേ അങ്ങും സൂചിപ്പിക്കുന്നത്? ഇത് ഈ ആളുകൾ കൈനീട്ടിയാൽ കൊടുക്കുന്നതല്ല. കാരണം ഇത് ഒത്തുകളിച്ചതാണ്. സർക്കാർ ഉദ്യോഗസ്ഥത്തിൽ ഇരിക്കുന്ന ആളുകള് അവര് ചെയ്തിട്ട് അവരും ഇതിന് കൂട്ടുനിൽക്കുകയല്ലോ. അവരറിയാതെ ഒരു കാരണവശാലും ഈ നടപടി നടക്കില്ല. അതുകൊണ്ട് അവർക്കെതിരെ ഈ ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അവർക്കെതിരായിട്ടുള്ള നടപടി വേണം. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഈ തുക തിരിച്ചു പിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ടുള്ള ആളുകളുടെ പേര് വിവരം ജനങ്ങൾ അറിയണം. ബഹുജന അത് പബ്ലിക് ഡൊമൈനിൽ വന്നേ മതിയാവും. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, ഈ രീതിയിൽ ഈ പറയുന്ന നേതാക്കളെല്ലാം തന്നെ, വിവിധ പാർട്ടി നേതാക്കളെല്ലാം തന്നെ ഒരേ രീതിയിൽ ഒരേ സ്വരത്തിൽ പ്രതികരിക്കുന്നത് CPM-ന്റെ കൂടി നിലപാട് വന്നിട്ടുണ്ട്. MP ഗോവിന്ദൻ പറയുന്നത് ഈ രീതിയിൽ ഒരു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ രീതിയിൽ ഇതിന്റെ ഗുണം ലഭിക്കുമ്പോൾ ചില പുഴുക്കുത്തുകൾ ഉണ്ടാകും, അവർക്ക് നടപടി വേണം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ എങ്ങനെയാണ് ഇവർക്ക് ഈ പണം കിട്ടിയത് എന്ന ചോദ്യമാണ്. നേരത്തെ നമ്മൾ എല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ ലക്ഷങ്ങൾ വാങ്ങുന്ന അല്ലെങ്കിൽ 10,000 ശമ്പളം വാങ്ങുന്ന ആൾക്കാർക്ക് ഈ തുച്ഛമായ 1600 രൂപ അത് കിട്ടിയിട്ട് എന്താണ് കാര്യം എന്നൊരു ചോദ്യമാണ്. എപ്പോഴെങ്കിലും കിട്ടിയെങ്കിൽ തന്നെ അത് കൃത്യമായി ധരിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ മറ്റൊരു സംശയമുള്ളത് ഉമേഷ്, നേരത്തെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് പിന്നീട് ജോലി ലഭിച്ച്, സർക്കാർ ജോലി ലഭിച്ച് അങ്ങനെ പോയതാണോ?
ഒരു ഓരോ വർഷവും അതായത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. സാധാരണ ഇത്തരത്തിൽ ക്ഷേമ പെൻഷന് പ്രായപരിധി ആകുമ്പോൾ അതിനനുസരിച്ച് പ്രത്യേകം അപേക്ഷ നൽകണം. അപേക്ഷ നൽകി ആ അപേക്ഷ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ വഴി അത് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം അംഗീകരിച്ച് പെൻഷൻ അനുവദിച്ച് ഉത്തരവാകണം. ഈ രീതിയിലാണ് ഒരു ക്ഷേമ പെൻഷൻ പുതുതായി ചേരുന്നവർക്കുള്ള മാനദണ്ഡം. ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഓരോ വർഷവും അത് മസ്റ്ററിംഗ് നടത്തി ക്ഷേമ പെൻഷൻ തങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് ബയോമെട്രിക് മസ്റ്ററിംഗ് അടക്കം വിവരങ്ങളടക്കം കൊടുത്തുകൊണ്ട് അത് പുതുക്കണം. ഈ രീതിയിൽ പുതുക്കിയാൽ മാത്രമേ അത്തരത്തിലൊരു ക്ഷേമ പെൻഷൻ അർഹത ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ല എങ്കിൽ സാധാരണ വ്യക്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധാരണ ഒരു കിടപ്പ് രോഗിയെല്ലാം മറന്നുപോയി അല്ലെങ്കിൽ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത വർഷം മുതൽ ഈ ക്ഷേമ പെൻഷൻ നൽകില്ല. അത്രത്തോളം കർശനമായ ഉപാധികൾ ഇതിനുണ്ട്. ഇത്തരത്തിൽ കർശനമായ ഉപാധികൾ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഒരു വിഭാഗം, അതും സർക്കാർ ജീവനക്കാർ, സർക്കാരിൻ്റെ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും സർക്കാർ ശമ്പളം കൈപ്പറ്റുകയും സർക്കാർ ജീവനക്കാരനായി സർക്കാരിൻ്റെ പ്രതിനിധിയായി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ, അത് അവർ പൊതുസമൂഹത്തിന് മാതൃകയായി പെരുമാറേണ്ടവർ. അവർക്ക് മാതൃകാ പെരുമാറ്റച്ചട്ടമുണ്ട്. ആ പെരുമാറ്റച്ചട്ടമെല്ലാം നിലനിൽക്കുമ്പോൾ അവർ സർക്കാരിനെ പറ്റിച്ച് അത് ഒന്നോ രണ്ടോ പേരാണെങ്കിൽ പിന്നെയും മാറ്റി നിർത്താം. 1458 പേർ പ്രാഥമിക പരിശോധനയിൽ തന്നെ വന്നിരിക്കുന്നു. പ്രാഥമിക പരിശോധനയിൽ തന്നെ 1458 പേർ, അതും ഒരു വർഷം മാത്രം വാങ്ങിയവരോ അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവിൽ വാങ്ങിയവരോ അല്ല, വലിയ കാലയളവിൽ വാങ്ങിയവർ തന്നെ ഉണ്ട് ഈ പട്ടികയിൽ. അത്തരത്തിലുള്ളവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ട്, അതും ഇത്തരത്തിൽ പാർട്ട് ടൈം സ്വീപ്പർ അടങ്ങുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിൽ താഴ്ന്ന ജോലിക്ക് താഴ്ന്നത് മുകളിലുമില്ല എങ്കിലും പറഞ്ഞത് ഈ പ്രോട്ടോകോൾ പ്രകാരം ഒരുപക്ഷെ കുറഞ്ഞ ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. ആ കുറഞ്ഞ ജോലികൾ ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ അസിസ്റ്റന്റ് പ്രൊഫസറും ഹയർ സെക്കൻഡറി അധ്യാപകരും അടക്കുന്നവർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. അതായത് പൊതുസമൂഹത്തിന് മാതൃകയായതുകൊണ്ട് കുട്ടികളെ പഠിപ്പിച്ച് ഉയർന്ന നിലയിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ ഒന്നായിരുന്നു ക്ഷേമ പെൻഷൻ. പ്രജന്റ് നമുക്കറിയാം, പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിൽ തന്നെ എത്ര ആളുകളാണ് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ഘട്ടത്തിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ എസ്കെനോട് പറയുകയും അതൊക്കെ നല്ല ഓർമ്മ വരികയാണ്. അപ്പോഴാണ് സർക്കാർ ആ സംവിധാനങ്ങളിലേക്കൊന്ന് അത് നോക്കിയായി വരികയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം. ഒരു ഭാഗത്ത് ഇത് പെൻഷൻ കിട്ടാതെ വലയുന്ന സമയത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അനർഹരായ ആൾക്കാർ, അതിൽ കോളേജ് പ്രൊഫസർമാർ ഉൾപ്പെട്ടു എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. മാത്രമല്ല സർക്കാർ ജീവനക്കാർ, അത് നല്ല തസ്തികയിലേക്ക് മറ്റ് നിരവധി പേരുണ്ട്, ആരോഗ്യവകുപ്പിലെ നിരവധി പേരുണ്ട്. അപ്പോൾ ഇത് ഏറെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. അതിൽ തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറത്തേക്കൊരു നടപടി വേണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മളുടെയും ആവശ്യം. യെസ്, വെൽക്കം ബാക്ക്. ഗുഡ് ഈവനിങ് ഷോ തുടരുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. CBI കൂട്ടിലടച്ച തത്തയാണ്. CBI എന്നത് അവസാന അന്വേഷണമല്ല എന്നുകൂടി MV ഗോവിന്ദൻ പറഞ്ഞു. കോടതി കേസ് ഡയറി പരിശോധിച്ച് പറയട്ടെ എന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. പ്രതികരണത്തിലേക്ക്. CBI അന്വേഷണത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൂട്ടിക്കിടക്കുന്ന തത്തയാണെന്ന്. അത് വെറുതെ പറഞ്ഞല്ലോ, അത് കൃത്യമായ നിലപാട് തന്നെയാണല്ലോ. അവിടെ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. പാർട്ടിക്ക് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലപാട് CPM-നുണ്ട്. അതിലൊന്നും മാറ്റം ഞങ്ങൾ വരുത്തിയില്ല. അതാ ഞാൻ പറഞ്ഞത് മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. CBI അന്വേഷണമാണ് എല്ലാറ്റിൻ്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇന്നലെയും അംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിച്ചില്ല, നാളെയും അംഗീകരിക്കില്ല. കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്. എന്തും പറയിപ്പിക്കാം, എന്തും ചെയ്യിപ്പിക്കാം. കേന്ദ്ര ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് CBI. അതിൻ്റെ ഭാഗം തന്നെയാണ് ED, അതിൻ്റെ ഭാഗം തന്നെയാണ് IT. ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിലൊന്നും ഞങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തി നിങ്ങൾ ധരിക്കേണ്ടില്ല. യെസ്, എബിൻ ജോസ് ഉണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ കൂടുതൽ വിവരങ്ങളുമായി. എബിൻ, ഈ ADMന്റെ കുടുംബത്തോടൊപ്പമാണ് സർക്കാരും പാർട്ടിയും എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് MV ഗോവിന്ദൻ. പക്ഷേ ഇതാ ഇപ്പോൾ പറയുന്നു CBI അന്വേഷണം ഈ കേസിൽ വേണ്ടതില്ല, കുടുംബത്തിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതികരണം. അതായത് ഒരേ സമയത്ത് കുടുംബത്തോടൊപ്പം എന്ന് പറയുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി, അതേസമയം കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ ഇതിലൊരു CBI അന്വേഷണം വേണമെന്നുള്ളത്. ആ ആവശ്യത്തിനൊപ്പം പാർട്ടി ഇല്ല, വേണ്ട എന്ന രീതിയിൽ തന്നെയുള്ള നിലപാടിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറി പോകുന്നു. ഇത് ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ്? പ്രജിൻ, ഈ CPM-ന്റെ പൊതു നിലപാടായി വിശദീകരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ CPM സംസ്ഥാന സെക്രട്ടറി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതായത് CPM-ന്റെ നേരത്തെയുള്ള നിലപാട് തന്നെയാണ്. ഒരു കേസിലും CBI എന്നുള്ളത് അവസാനത്തേതല്ല. CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ ഈ കൂട്ടിലടച്ച തത്തയാണ്. അത്
കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഈ നമ്മൾ ചോദിച്ചത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബം ഇങ്ങനെ CBI അന്വേഷണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു, ഹർജിയുമായി കോടതിയിൽ പോകുന്നു. അതിനൊപ്പം CPM നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം പൊതു നിലപാടായി CBI അന്വേഷണത്തിന് CPMന്റെ പൊതു നിലപാട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് CBI ഒരു തരത്തിലും അവസാനത്തേതല്ല. ഈ കേസ് ഡയറി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് ഡയറി പരിശോധിച്ച് കോടതി തന്നെ പറയട്ടെ എന്നുള്ള നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി എടുത്തത്. ശരി, വിജയകുമാർ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിജയകുമാർ, ഇപ്പോൾ CBI അന്വേഷണത്തെ തള്ളുകയാണ് MV ഗോവിന്ദൻ. കുടുംബത്തിന്റെ ആവശ്യം അതായിരുന്നു. എന്തായാലും ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് കുടുംബം കോടതിയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിൽ ഏത് തരത്തിലൊരു നടപടിക്കാകും ഇനി സർക്കാർ കടക്കുക? കാരണം ഇപ്പോൾ കുടുംബത്തിന്റെ ആവശ്യം ഇതാകുമ്പോൾ കോടതി അത് പരിഗണിക്കുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ അതെങ്ങനെയാകും? പ്രവിത, പ്രജിൻ, ഏതായാലും കുടുംബത്തോടൊപ്പമാണ് എന്ന് CPM പറയുകയും അവരുടെ CBI അന്വേഷണം എന്ന ആവശ്യത്തെ എതിർക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നതിൽ നിന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് ഈ ആവശ്യത്തിൽ പാർട്ടി ആ കുടുംബത്തോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. പത്തനംതിട്ടയിലെ മലയാലപ്പുഴയിലെ CPMന്റെ ഒരു പ്രധാനപ്പെട്ട CPMുമായി ഏറെ അടുപ്പമുള്ള ഒരു കുടുംബമാണ് നവീൻ ബാബുവിൻ്റേത്. ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ, നവീൻ ബാബുവിൻ്റെ സഹോദരൻ, അവിടെ മറ്റുള്ളവർ, അവരൊക്കെ CPM അനുഭാവികളോ CPM പ്രവർത്തകരോ CPM കുടുംബമാണ്. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്ക് ഏറെ അടുപ്പമുള്ള ഒരു ഫാമിലിയാണത്, ഒരു കുടുംബമാണത്. അതുപോലെ മലയാലപ്പുഴ മോഹനൻ എന്നത് അവിടുത്തെ CITUവിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, പത്തനംതിട്ടയിലെ CPMൻ്റെ നേതാവാണ്, CITUവിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു കൂടിയാണ് നവീൻ ബാബു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പാർട്ടി കുടുംബത്തോടൊപ്പം എന്ന് പറയുകയും എന്നാൽ നിലവിലുള്ള പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി അവർ കോടതിയെ സമീപിക്കുമ്പോൾ അതിൽ പാർട്ടി ആ കുടുംബത്തോടൊപ്പമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു അസാധാരണ സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ നേരത്തെ MV ഗോവിന്ദൻ പറഞ്ഞപ്പോൾ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു പോവുകയും എന്നാൽ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ CBI അന്വേഷണം എന്നതിൽ പാർട്ടിക്കൊരു നിലപാടുണ്ട്, അത് കൂട്ടിലടച്ച തത്തയാണ് എന്ന് നേരത്തെ സുപ്രീം കോടതി പറഞ്ഞ കാര്യമടക്കം സൂചിപ്പിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ എന്തായിരിക്കും സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നത് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു കാരണവശാലും CBI അന്വേഷണത്തെ കോടതിയിൽ സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് പിന്തുണയ്ക്കില്ല എന്നിതോടെ വ്യക്തമായിട്ടുണ്ട്. ഇതിലിപ്പോൾ കേസ് ഡയറി കോടതി വിളിച്ചു വരുത്തുകയാണ്. കേസ് ഡയറി പരിശോധിച്ച് കോടതി ഉചിതമായ തീരുമാനമെടുക്കുക, അതൊരു കോടതി നടപടിയാണ്. പക്ഷേ ഇവിടെ ആ കോടതി നടപടി ഈ കുടുംബത്തിന് അനുകൂലമാകാൻ വേണ്ടുന്ന പിന്തുണ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇതിൽ കുടുംബത്തിന് CBI അന്വേഷണം എന്ന ആവശ്യം എന്ന താല്പര്യമുണ്ടെങ്കിൽ അത് CBI അന്വേഷിക്കോട്ടെ എന്ന ഉദാര സമീപനം സംസ്ഥാന സർക്കാർ ഈ കേസിൽ സ്വീകരിക്കില്ല എന്നത് ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിലാണ് ആ ഹർജിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടേണ്ടത്. ഈ കേസിലെ പ്രധാന പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട്, അവർ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്, വലിയ അധികാരം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തെളിവ് നശിപ്പിക്കാനും തെളിവുകൾ കൃത്രിമമായി കെട്ടിച്ചമയ്ക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്ന കുടുംബത്തിൻ്റെ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതും ഈ കുടുംബത്തിൻ്റെ ആക്ഷേപവും നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതാണ്. ഏത് സാഹചര്യത്തിലാണ് കുടുംബം അത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ചത്? ഇപ്പോൾ PP ദിവ്യ ഈ കേസിൽ പ്രതിസ്ഥാനത്താണ്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അവർ റിമാൻഡിലായിരുന്നു, ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. SIT അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ SITയുടെ അന്വേഷണത്തിൽ SIT ഇതിലെ മർമ്മപ്രധാന ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല എന്ന കുടുംബം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നു. SITയുടെ ഭാഗത്തെ പിഴവുകളെന്ന് അവർക്ക് സംശയമുള്ള കാര്യങ്ങൾ അപ്പാടെ അവർ ആ ഹർജിയിൽ ഇങ്ങനെ എണ്ണി പറയുകയാണ്. ഇപ്പോൾ മലയാലപ്പുഴ മോഹനൻ രാവിലെ സംസാരിക്കുമ്പോഴും അദ്ദേഹവും അത് ഓൺ ചെയ്യുകയാണ്. അവിടെയാണ് ആ കുടുംബം ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഈ SIT അഡ്രസ്സ് ചെയ്യാത്തതാണ് എന്നൊരു പൊതു വിലയിരുത്തൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത് കൊലപാതകമാണോ എന്ന് എന്തുകൊണ്ട് സംശയിക്കുന്നത് കുടുംബം പറയണം മുമ്പാകെ എന്ന കാര്യം കൂടി കോടതി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വാർത്തയനുസരിച്ച് ഇപ്പോൾ CPIയും പാർട്ടി ഒപ്പമാണ് എന്ന് പറയുമ്പോഴും ADMന്റെ കുടുംബത്തിനോടൊപ്പമാണെന്ന് പറയുന്നു. സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ് ആ കുടുംബത്തിന്റെ എന്ത് ആവശ്യത്തിനും ഒപ്പം നിൽക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ ആവശ്യം CBI വരണമെന്നാണ്. പക്ഷേ അതിനോട് CPIM നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഏതോ ഒരു ഘട്ടത്തിൽ നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ആ കുടുംബം ഒന്നാകെ CPM കുടുംബമാണ്. CPIനൊപ്പം അടിയുറച്ച് നിന്ന കുറേ നാളുകളായി ഞാൻ വരാം. വിജയകുമാർ, ഇപ്പോൾ KK രമ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KK രമ,
ഇപ്പോൾ ADMന്റെ കുടുംബത്തിന്റെ CBI അന്വേഷണം എന്ന ആവശ്യത്തോട് CPMന്റെ കൃത്യമായ നിലപാട് പുറത്തു വരുന്നു. അത് വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇല്ല, ആ ആവശ്യത്തോടൊപ്പം തങ്ങളില്ല, അത് വേണ്ടതില്ല, ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അത് കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ CBI വേണ്ട എന്ന് പറയുന്നു, അതേസമയം പറയുന്നു ADMന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടിയും സർക്കാരുമെന്ന്. ഇതെന്താണ്? അതെ, അത് തന്നെയാണ് അതിന്റെ സംശയങ്ങൾ. നമ്മളിത് വളരെ തുടക്കം മുതൽക്കേ ഈ സംശയം പ്രകടിപ്പിച്ചതാണ്, ഇത് പറഞ്ഞതാണ്. സർക്കാർ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാത്തത്. അതിന്റെ ആവശ്യമായ പ്രതികളെ ഒന്നും ചോദ്യം ചെയ്യാതിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ CBI വരുന്നതിന് സർക്കാർ എന്തിനാ ഭയക്കുന്നത്? സർക്കാർ എന്തിനാ ഭയം? CPMന് എന്തിനാണ് ഭയം? അതാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. കുടുംബത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ പാർട്ടി കുടുംബത്തിനോടൊപ്പമാണെങ്കിൽ അവർക്ക് ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല. അതുകൊണ്ടാണല്ലോ അവർ ഹൈക്കോടതിയിൽ പോയത്. മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയത് ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് കുടുംബത്തിനൊപ്പമാണെങ്കിൽ ഈ CPM ചെയ്യേണ്ടത്, സർക്കാർ ചെയ്യേണ്ടത്, കുടുംബം ആവശ്യപ്പെടുന്ന അന്വേഷണത്തിന് ഒപ്പം നിൽക്കുകയല്ലേ, ആ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയല്ലേ. അപ്പൊ അങ്ങനെയല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം CPM വേട്ടക്കാരുടെ കൂടെ തന്നെയാണ്, പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുടുംബത്തിനോടൊപ്പമാണ് എന്ന് പറയുന്നത് പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ്, അപഹാസ്യമാണ് ഈ നിലപാട്. ഇതുവരെ ആ കുടുംബത്തെ പറ്റിക്കുകയായിരുന്നു, പച്ചയ്ക്ക് പറ്റിച്ചതാണ് ഇതുവരെ ആ കുടുംബത്തെ. ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിന്റെ ഇതുവരെയുള്ള എല്ലാ നീക്കങ്ങളെയും തടയിടാൻ, മറ്റൊരു അന്വേഷണത്തിന് തടയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കുടുംബം പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ നിലപാട് പാർട്ടി എടുത്തത്. അതുകൊണ്ടാണ് പത്തനംതിട്ടയിലെ പാർട്ടിക്ക് ഒരു നിലപാട്, കണ്ണൂരിലെ പാർട്ടിക്ക് മറ്റൊരു നിലപാട് എന്ന നിലയ്ക്ക്. കാരണം കണ്ണൂരിലെ ആളുകൾ ഞങ്ങൾ പ്രതികളോടൊപ്പമാണ്, പ്രതികളെ സംരക്ഷിക്കുകയാണ് എന്ന് പരസ്യമായി തന്നെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പം അവരെ സ്വീകരിക്കാനൊക്കെ CPM ആളുകൾ പോയത്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമാണ് നിലപാട്, വളരെ കൃത്യമാണ്. പാർട്ടി CPM പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് നിലകൊള്ളുന്നത്. CPM ഭയക്കുന്നു, പാർട്ടി ഭയക്കുന്നു. ഈ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് ഗൂഢാലോചനകളിലെ CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്തും, മറ്റു പല ആളുകളിലേക്കും അന്വേഷണം എത്തുമെന്ന ഭയം CPMനുണ്ട്. ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് CPM ഭയക്കുന്നു. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് വേണ്ട എന്ന നിലപാട് ഇപ്പൊ പാർട്ടി എടുക്കുന്നത്, കുടുംബത്തിനെതിരായിട്ട് നിലപാട് പാർട്ടി എടുക്കുന്നത്. അല്ല, ഇതിലിപ്പോൾ ഈ CPMന്റെ CBI അന്വേഷണത്തോടുള്ള പാർട്ടിയുടെ രാഷ്ട്രീയ വിലയിരുത്തലല്ലേ, അത് കൂട്ടിലടച്ച തത്തയാണെന്ന് നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എല്ലാ അന്വേഷണങ്ങളുടെയും എൻഡ് എന്ന് പറയുന്നത് CBI അല്ലല്ലോ എന്ന് സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത്, അതിനെ പാർട്ടി നയം, CBI അന്വേഷണം എന്ന ആവശ്യത്തോടുള്ള ഒരു പാർട്ടി നയമായി കണ്ടാൽ പോരെ? അവിടെ ഈ പ്രതിയെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഇതിൽ ലാർജർ കോൺസ്പിറസി ഉണ്ടെങ്കിൽ അത് പുറത്തു വരാതിരിക്കാനോ ഉള്ള നീക്കമായി ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ടോ? KK രമ. അല്ല, അത് പാർട്ടി നിലപാട്, പാർട്ടി പറഞ്ഞോട്ടെ. കുടുംബം അതല്ലല്ലോ ആവശ്യപ്പെട്ടത്. നമ്മുടെ ചോദ്യം അതാണ്. കുടുംബത്തിനോടൊപ്പമാണ് പാർട്ടി എന്നാണല്ലോ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ കുടുംബം ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് പറയുന്നു. ഈ അന്വേഷണം ശരിയായ വഴിക്കല്ല പോകുന്നത് എന്ന് കുടുംബം അറിയുന്നു. അതുകൊണ്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിനൊപ്പമാണെങ്കിൽ കുടുംബത്തിനൊപ്പമല്ലേ നിൽക്കേണ്ടത്? കൂട്ടിലടച്ച തത്തയോ കൂട്ടിലടക്കാത്ത തത്തയോ ഏതെങ്കിലും ആവട്ടെ, കുടുംബം ഇത് ആവശ്യപ്പെടുന്നു. പാർട്ടി ആ കുടുംബത്തിനോടൊപ്പമാണെങ്കിൽ അവരുടെ ആവശ്യത്തിന്റെ കൂടെ നിൽക്കണ്ടേ? അതെന്താ നിൽക്കാത്തത്? അങ്ങനെ നിൽക്കാത്തപ്പോഴാണല്ലോ നമുക്ക് സംശയം ഉണ്ടാകുന്നത്. അതിലെന്താണ് താങ്കളുടെ സംശയം? അതായത് ഈ വിഷയത്തിൽ CBI അന്വേഷണം നടന്നാൽ ഇതിൽ എന്ത് സംഭവിക്കും, ആരിലേക്കെത്തും, എന്തിലേക്കെത്തും എന്നാണ് താങ്കൾ കരുതുന്നത്? അപ്പോൾ പാർട്ടി അങ്ങനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് ആ ഭയത്തിന് ആധാരം? അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീമതി KK രമ താങ്കൾക്ക്? അല്ല, ഞാനിത് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു ആത്മഹത്യയാണ് എന്ന് കഴിയുന്നുള്ള ഒരു തക്ക തെളിവ് നമ്മുടെ മുന്നിലില്ല. അതേ അവസരത്തിൽ ഇതൊരു ദുരൂഹ മരണം, ഇത് കൊലപാതകം ഉൾപ്പെടെയാവുന്നത് തരത്തിലേക്ക് കാണുന്ന ഒരുപാട് സൂചനകൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഇത് നടത്തിയ ആളുകൾ, അത് CPM, അതൊരു ദിവ്യ എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല.
അതിനപ്പുറത്തേക്ക് ചില ആലോചനകൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. ആ ആലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ദിവ്യ അന്ന് നടത്തിയ പ്രസംഗം. അതിൽ പറഞ്ഞ ഓരോ വാക്കും ഓരോ വാചകങ്ങളും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത സംസാരമാണ്. 2 ദിവസം കൊണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞ്, നിങ്ങൾ അറിയും എന്ന് പറഞ്ഞതിന്റെ ഒക്കെ രത്ന ചുരുക്കം ഇതിന്റെയൊക്കെ ഒരു ആലോചനയുടെ ഭാഗമാണ്. അത് CPM-ന്റെ മറ്റ് നേതാക്കളിലേക്ക് കൂടി എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്, മറ്റ് മാഫിയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത് ഏതൊക്കെ ആളുകളിലേക്ക് എത്തും എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷണം പോയാൽ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. അതിന്റെ കുറെ സംഗതികൾ നമ്മളെ പോലുള്ള ആളുകൾക്ക് ചെറിയ അന്വേഷണമൊക്കെ നടത്തുന്ന ആളുകളാണല്ലോ, നമുക്കും അറിയാം. വരട്ടെ, അന്വേഷണം വരട്ടെ. ആ അന്വേഷണം പോകുന്നതിന് അവർ ഭയക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. കുടുംബം ഇതുവരെ അന്വേഷണത്തിനെതിരെ പറഞ്ഞിരുന്നില്ല, ഏറ്റവും അവസാനമല്ലേ പറഞ്ഞത്. കുടുംബം നമ്മളൊക്കെ അന്നും ആത്മഹത്യയാണ് എന്ന് പറഞ്ഞു, കൊലപാതകമാണ് എന്ന് പറഞ്ഞപ്പോൾ കുടുംബം ആത്മഹത്യയിൽ നിന്നുകൊണ്ട് ഈ അന്വേഷണം തൃപ്തികരമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ വഴിയെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് കൊണ്ടാണല്ലോ മറ്റൊരു അന്വേഷണത്തിനെ ആവശ്യപ്പെടുന്നത്. അതെല്ലാം വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ, വളരെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇത് അവരെന്തിനാണ് CBIക്ക് പോകണമെങ്കിൽ പോവട്ടെ, അന്വേഷണത്തെ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ അതിന് അനുവാദം കൊടുക്കുന്നു, അത് നടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് എന്താണ് ഭയം? നമ്മുടെ ചോദ്യം അതാണ്. എന്തിനാ ഭയക്കുന്നത്? അത് വേണ്ട എന്ന നിലപാട് എന്തുകൊണ്ട് എടുക്കേണ്ടി വരുന്നു ഒരു പാർട്ടിക്ക്? ശരി, എന്തായാലും അത് CPM രാഷ്ട്രീയമായി വിശദീകരിക്കേണ്ടതാണ്. കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് പറയുകയും എന്നാൽ CBI അന്വേഷണം എന്ന ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ പാർട്ടി സെക്രട്ടറി പുറത്ത് എതിർക്കുകയും ചെയ്യുന്നു എന്നത് അതിൻ്റെ സാഹചര്യം എന്താണെന്ന് CPM തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഈ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദമുണ്ട്, അതിൽ മന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. വാങ്ങുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരു പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ച മുനിസിപ്പാലിറ്റിയിലെ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഇത് മേടിക്കാന്ന് പറഞ്ഞാൽ അർഹതയുള്ള കിട്ടാനുള്ള ആളുകൾക്ക് കിട്ടാനുള്ളതിനെയാണ് ബാധിക്കുക. അപ്പോൾ അതൊരു തെറ്റായ കാര്യമാണെന്ന് പറഞ്ഞ് അവരൊക്കെ അത് വാങ്ങാതിരിക്കുക എന്നുള്ളൊരു ശരിയായ കാര്യം കൂടി സ്വീകരിക്കാവുന്നതാണ് ഇതറിയുമ്പോൾ. അപ്പോൾ കണ്ടെത്തിയത് നമ്മൾ നിലപാടെടുത്തു. ഇതിനാവശ്യമായിട്ടുള്ള നിലപാടും നടപടി ഉണ്ടാവണമല്ലോ. വകുപ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല വകുപ്പുകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി, ചട്ടവിരുദ്ധമായി, ക്രമവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന 24 പുറത്തുവിട്ട വലിയ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ധനമന്ത്രി. അതിൽ ആവശ്യമായ തുടർ നടപടികൾ ഉണ്ടാകും. ഇവർ വിവിധ വകുപ്പുകളിൽ ഒക്കെ ജോലി ചെയ്യുന്നവരാണ്, സർക്കാർ ജീവനക്കാരാണ്, ഗസറ്റഡ് ഓഫീസേഴ്സാണ്, അസിസ്റ്റന്റ് പ്രൊഫസർമാരടങ്ങുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഉചിതമായ നടപടിയെടുക്കാൻ ആ വകുപ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ വിശദീകരിച്ചത്. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. CBI കൂട്ടിലടച്ച തത്തയാണ്, CBI എന്നത് അവസാന അന്വേഷണമല്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇനി സജോ ദേവസ്യ കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. സജോ, ഇതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി ഒരിക്കൽ പോലും PP ദിവ്യയെ കൈവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ എന്താണ് കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളുടെ കൂടുതൽ പ്രതികരണം? ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്തായാലും CBI അന്വേഷണത്തെ വേണ്ട എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രവിധ, അതായത് ഈ കേസിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ യഥാർത്ഥത്തിൽ നിലപാട് കോടതിയെ അറിയിക്കാനിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഹർജി പരിഗണിക്കവേ സർക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്യുക. പക്ഷേ അതിന് മുന്നോടിയായി ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPIM-ന്റെ നിലപാട്, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നിലപാട് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയാണ്. യഥാർത്ഥത്തിൽ CBI കൂട്ടിലടച്ച തത്തയാണ് എന്താണ് CPIM-ന്റെ എക്കാലത്തെയും നിലപാട് എന്നടക്കം പറഞ്ഞുകൊണ്ട് CBI അന്വേഷണ വിഷയത്തിൽ CPIM ഒരു നിലപാട് പ്രഖ്യാപനം നടത്തുന്നു. അതായത് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ CBI അന്വേഷണമാകാമെന്നൊരു നിലപാട് സ്വീകരിക്കുകയും കോടതിയും അതിനോട് യോജിക്കുന്നൊരു നിലയും വരികയാണെങ്കിൽ ഈ കേസിൽ CBI അന്വേഷണം ഉണ്ടാകും. സ്വാഭാവികമായും കേസ് അന്വേഷണ വേളയിൽ പ്രതിസ്ഥാനത്ത് നിലവിൽ നിൽക്കുന്നത് PP ദിവ്യയാണ്. അതിനും അപ്പുറത്തേക്ക് ഗൂഢാലോചന ആരോപണമടക്കമുള്ള പല ആരോപണങ്ങളുമുണ്ട്. വ്യാജ കത്ത് പരാതി തയ്യാറാക്കിയതിലടക്കം പലതരത്തിലുള്ള ഉന്നത ഇടപെടൽ ഉണ്ടായി എന്നടക്കമുള്ള ആക്ഷേപമുണ്ട്. അതായത് CBI ഈ കേസിനെ രാഷ്ട്രീയമായി ദുരുപയോഗിച്ചേക്കാമെന്ന സംശയം CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ വിഷയത്തിൽ മുൻകൂട്ടി ഒരു നിലപാട്
പ്രഖ്യാപനം കൂടിയായി ഈ വിഷയത്തെ കാണണം. അതായത് ഈ കേസിൽ CBI അന്വേഷണം ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യം രൂപപ്പെട്ടാൽ ആ ഘട്ടത്തിൽ ഈ കേസിനെ CBI കേന്ദ്ര സർക്കാർ ഏജൻസി എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായി ഉപയോഗിച്ചേക്കുമോ എന്ന സംശയവും ആശങ്കയുമാണ്. അതുകൊണ്ട് ഒരു മുൻകൂട്ടിയുള്ള നിലപാട് പ്രഖ്യാപനം കൂടിയാണ് ആ ഒരു മുൻകൂർ ജാമ്യം അക്കാര്യത്തിൽ CPIM എടുക്കുന്നു എന്നതുകൂടി ഈ വിഷയത്തെക്കുറിച്ച് കാണണം. നേരത്തെ തന്നെ CPIM യഥാർത്ഥത്തിൽ അങ്ങനെ തുടർച്ചയായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിന്റെ സാഹചര്യം വ്യത്യസ്തമാണ്. CPIMന്റെ സംസ്ഥാന നേതൃത്വവും പത്തനംതിട്ടയിലെ പാർട്ടിയും ഒക്കെ ആവർത്തിച്ച് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. കണ്ണൂരിലെ പാർട്ടി ആദ്യഘട്ടത്തിലൊരു നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ഒടുവിൽ നടപടിയടക്കം എടുത്തിരുന്നു. പക്ഷേ അപ്പോഴും പൂർണ്ണമായും ദിവ്യയെ കൈവിടുന്ന നിലപാട് സ്വീകരിച്ചില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് VP ദിവ്യയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ മാനം ഈ കേസിൽ CBI വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ CPIM, അതായത് ഈ സർക്കാരിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഈ നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി ഇനി പ്രോസിക്യൂഷൻ കോടതിയിൽ എന്ത് നിലപാടെടുക്കും എന്നതുകൂടി കണ്ടറിയേണ്ടതാണ്. അതായത് തങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല, CBI അന്വേഷണമോ ഏത് ഏജൻസിയുടെയും അന്വേഷണം വരട്ടെ എന്ന നിലപാടാകുമോ, അതിന് ഘടകവിരുദ്ധമായ നിലപാടിലേക്ക് പോകുമോ, ഇനിയിപ്പോൾ ഈ നിലപാട് പ്രഖ്യാപനത്തോടു കൂടിയും അന്വേഷണം ശരിയായ ദിശയിലാണ്, മറ്റൊരു അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാകുമോ സർക്കാർ കോടതിയിൽ സ്വീകരിക്കാൻ പോവുക? അങ്ങനെ ശരി സജു, എന്തായാലും ആ രീതിയിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു. ഏതാണ്ട് പാർട്ടി സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയപ്പോൾ ഏതാണ്ട് അത് തന്നെ ആയിരിക്കണം സർക്കാരിന്റെയും നിലപാട് ഈ വിഷയത്തിൽ എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ നമുക്ക് തുടർ പ്രതികരണങ്ങൾ വരുന്ന സമയത്ത് അതിൽ വ്യക്തത ഉണ്ടാകുന്നുണ്ടോ നോക്കാം. അതെ, ഇനി ഗുഡ് ഈവനിംഗ് വിത്ത് പ്രജനാൻ പ്രവിത ഇവിടെ പൂർണ്ണമാവുകയാണ്.